ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ എല്ലാവർക്കും എന്തെങ്കിലും യൂസ്ഫുൾ ആകുന്നതും എന്നാൽ ഈസി ആയിട്ടുള്ളതുമായ കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതുപോലെ വാതിൽപ്പടിയുടെ അടിയിലും അതുപോലെ ടൈൽസിൻ്റെ ഒക്കെ വിടവിൽ നിന്നും ഉറുമ്പ് മണ്ണെടുക്കുന്നത്. ഈ ഒരു കുഞ്ഞു സൂത്രം ചെയ്താൽ മതി, ഈ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലൊക്കെ വേനൽക്കാലമായപ്പോഴേക്കും വെറുതെ ഉണങ്ങി തൂങ്ങിക്കിടക്കുന്ന ഈ വാഴക്കൈകൾ കണ്ടില്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് വാഴക്കൈകൾ വെട്ടിയെടുക്കാം. പിന്നെ വാഴക്കൈകൾ വെട്ടിയെടുക്കുമ്പോൾ അറ്റത്തോട് ചേർത്ത് തന്നെ വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ. നന്നായിട്ട് ഉണങ്ങിയ 10 വാഴക്കൈകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലകളെല്ലാം പറിച്ച് കളയണം. ഓരോ വാഴക്കൈയുടെയും ഇലകളെല്ലാം പറിച്ച് കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ വെറുതെ കളയുന്ന വാഴയില കൊണ്ട് അടിപൊളി കൂൺ കൃഷി ചെയ്യാട്ടോ. വാഴയില കൊണ്ട് കൂൺ കൃഷി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാം. അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടോ. ഞാനിവിടെ വാഴക്കൈയിലെ ഇലകളെല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണ എടുത്തിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നും 2 കൈപ്പത്തി അകലത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു സേഫ്റ്റി പിന്നാണ്. ഒരു പിൻ കൊണ്ട് മാർക്ക് ചെയ്ത് അവിടെ മുതൽ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. പിൻ കൊണ്ട് ഇങ്ങനെ കീറുന്നത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കീറിയെടുക്കാൻ പറ്റും കേട്ടോ. പിൻ കൊണ്ട് നന്നായിട്ട് കീറിയെടുത്തപ്പോൾ കണ്ടില്ലേ നമ്മൾ റൂമൊക്കെ അടിക്കുന്ന പുൽച്ചൂല് പോലെ ഇരിക്കുന്നത്? ഇതുപോലെ തന്നെ മറ്റു വാഴക്കൈകളും നമുക്ക് കീറിയെടുക്കാം കേട്ടോ. വാഴക്കൈകളെല്ലാം 2 കൈപ്പത്തി അകലത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം പിൻ കൊണ്ട് കീറി ചൂല് പോലെയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കീറിയെടുത്ത അറ്റങ്ങളില്ലേ, അതൊക്കെ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാം. പിന്നെ ഞാനിവിടെ 10 വാഴക്കൈകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ബലമുള്ള ഒരു കമ്പ് വേണം. അറിയാലോ, നമ്മുടെ വാഴക്കൈക്ക് അത്ര ബലമൊന്നുമില്ല. അപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു കമ്പ് എടുക്കുന്നത്. നല്ല നീളമുള്ള ബലമുള്ള ഒരു കമ്പ് എടുത്തതിന് ശേഷം നമ്മൾ ആ കീറി വച്ചേക്കുന്ന വാഴക്കൈയില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വയ്ക്കാം. വാഴക്കൈകളുടെ സെൻറ്ററിലാവണം കമ്പ് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് കമ്പ് വരേണ്ടതും. കമ്പൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഒരു ചരടിട്ട് നമുക്ക് ആ മാർക്കിൻ്റെ തൊട്ട് മുകളിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മറ്റേ അറ്റത്ത് കമ്പ് നീണ്ടിരിപ്പുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണം. അതുപോലെ തന്നെ വാഴക്കൈയുടെ അറ്റം നമുക്കൊന്ന് ലെവലാക്കി മുറിച്ചെടുക്കാം. നമ്മൾ ആദ്യം വള്ളി കെട്ടി കൊടുത്തില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വള്ളിയും കൂടി ഇട്ട് നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം. റൂമൊക്കെ അടിച്ചു വരാനുള്ള നമ്മുടെ അടിപൊളി ചൂല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പിടി ഇട്ട് കൊടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ പഴകി തേഞ്ഞു പോയ ചൂലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു പിടി എടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ വാഴവള്ളി കൊണ്ട് നമുക്കിത് കെട്ടാവുന്നതാണ്. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചരടുണ്ടാവില്ലേ, അതും എടുക്കാം കേട്ടോ. ഇതൊന്നുമില്ലെങ്കിൽ ഒരു സോക്സ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കൈ വേദനിക്കേ ഇല്ല. പിടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ, കടയിൽ നിന്നും വാങ്ങിച്ചതുപോലുള്ള നല്ല അടിപൊളി പുൽച്ചൂലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന ഒരു ചീപ്പെടുത്ത് ഈ ചൂലിൻ്റെ അറ്റം ഒന്ന് ചീക്കി കൊടുക്കാം. പിൻ കൊണ്ട് നമ്മൾ കീറിയപ്പോൾ എത്താത്ത ഭാഗമൊക്കെ ഉണ്ടാവില്ലേ, അത് ഈ ചീപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അതുമാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ പൊഴിഞ്ഞിരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് ചീപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ മാറി കിട്ടുകയും ചെയ്യും. ഇനി ഒരു കത്രിക കൊണ്ട് നമുക്കിതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് ലെവലാക്കി കൊടുക്കാം. കണ്ടോ, 10 പൈസ ചിലവില്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളി പുൽച്ചൂല് റെഡിയാക്കി എടുത്തത്. നമ്മൾ ഉണ്ടാക്കിയ ചൂല് കൊള്ളാവോന്ന് അറിയണമല്ലോ, അതിന് വേണ്ടി ഒന്ന് അടിച്ചു നോക്കാം. കടയിൽ നിന്ന് വാങ്ങിയ ചൂല് പോലെ തന്നെ ടൈൽസിൽ പൊടിയൊക്കെ പോയി നല്ല ക്ലീൻ ആവുന്നുണ്ട്. റൂമൊക്കെ അടിച്ച് വാരാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഭിത്തിയിലുണ്ടാകുന്ന മാറാലൊക്കെ തട്ടി ക്ലീൻ ചെയ്യാനും പറ്റിയ നല്ലൊരു ചൂലാണിത്. അപ്പോൾ ഇനി ആരും ചൂല് വാങ്ങി വെറുതെ പൈസ കളയണ്ട കേട്ടോ. വെറും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു അടിപൊളി ചൂല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചൂല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ കാണുന്ന വലിയൊരു പ്രശ്നമാണിത്. വാതിൽപ്പടിയുടെ അടിഭാഗത്തും അതുപോലെ തന്നെ ടൈൽസിൻ്റെ ഒക്കെ വിടവിലും ഉറുമ്പ് ഇങ്ങനെ മണ്ണൊക്കെ എടുത്തിടുന്നത്. മിക്കവാറും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. റൂമൊക്കെ അടിച്ചു വരുമ്പോൾ അതുകൂടി അങ്ങ് അടിച്ചു വാരിക്കൊണ്ട് പോകാറാണ് ചെയ്യാറ്. പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മണ്ണെല്ലാം കുത്തി ഇളക്കി അവസാനം അവിടെ ചിതൽ വന്ന് ആ വാതിൽ തന്നെ ഇല്ലാണ്ടാവും. ഇത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ വാതിൽപ്പടിയുടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉറുമ്പ് മണ്ണെടുത്ത് ഹോൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഒന്ന് കുതിർത്തെടുക്കണം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പേപ്പർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫെവിക്കോളാണ്. 10 രൂപയുടെ ഒരു ഫെവിക്കോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എനിക്ക് അത്രയേ ആവശ്യം വരുന്നുള്ളൂ. നിങ്ങളുടെ വാതിലിൻ്റെ സൈഡിലൊക്കെ ഉറുമ്പ് മണ്ണെടുത്ത് വലിയ വിടവാണെങ്കിൽ പേപ്പറിൻ്റെയും ഫെവിക്കോളിൻ്റെയും അളവ് കൂട്ടിയെടുത്താൽ മതി. ഞാനിവിടെ കുഴച്ചെടുത്ത പേപ്പറിലേക്ക് ഫെവിക്കോൾ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ച് നമുക്ക് ഈ പേപ്പറും ഫെവിക്കോളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് മിക്സാക്കിയെന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഫെവിക്കോൾ അത് കഴുകുമ്പോൾ അങ്ങ് പോയിക്കോളും. പേപ്പറും ഫെവിക്കോളും ചേർത്ത് മിക്സാക്കിയപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടതും. പിന്നെ ഈ മിക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉറുമ്പ് കുത്തിയ ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിടണം. ഇതാ കണ്ടോ, എനിക്ക് ഇത്രയും ഭാഗത്താണ് ഉറുമ്പ് കുത്തിയിട്ടുള്ളത്. അവിടെയാണ് ഞാൻ ഈ മിക്സ് ഇടാൻ പോകുന്നത്. ഇപ്പോഴും ആ വിടവിൻ്റെ ഉള്ളിൽ ഉറുമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഉറുമ്പുകളെ ഒന്ന് കൊല്ലാനുള്ള ഒരു ടിപ്പ് ചെയ്യാം. ഇങ്ങനെ ഈ വിടവുകളിലൊക്കെ ഇരിക്കുന്ന ഉറുമ്പുകളെ കൊല്ലാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറായ ഹാർപ്പിക്ക്. കുറച്ച് ഹാർപ്പിക്ക് ഞാൻ ഈ വിടവുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹാർപ്പിക്കിൻ്റെ ആ നോസിൽ വിടവിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീറ്റിച്ചു കൊടുത്താൽ മതി. വിടവിനകത്ത് മുഴുവനും ഹാർപ്പിക്ക് നിറഞ്ഞോളും. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഉറുമ്പുകളും അതുപോലെ തന്നെ ചിതലുകളും ഒക്കെ ചത്തുവെക്കോളും. ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ വിടവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ പേപ്പറും ഫെവിക്കോളും ചേർന്ന മിക്സില്ലേ, അത് പുരട്ടി കൊടുക്കാം. വിടവിലൊക്കെ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു സ്പൂണോ ഐസ്ക്രീം സ്റ്റിക്കോ വെച്ച് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കണം. വാതിൽപ്പടിയിൽ എത്രത്തോളം വിടവുണ്ടോ അവിടെയൊക്കെ നമുക്ക് ആദ്യം തന്നെ ഹാർപ്പിക്ക് ഒഴിക്കണം. പിന്നീട് ഇങ്ങനെ പേപ്പറും ഫെവിക്കോളും ചേർത്ത മിക്സ് പുരട്ടി കൊടുക്കാം. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഫെവിക്കോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നീട് അത് നല്ല ബലത്തിന് തന്നെ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. അങ്ങനെ ആവുമ്പോൾ അകത്തുനിന്നും ഒരൊറ്റ ഉറുമ്പ് പോലും പുറത്തേക്കും വരില്ല, പുറത്തുള്ള ഒരു ഉറുമ്പ് പോലും അകത്തേക്കും പോവില്ല. പിന്നെ നമ്മൾ ഹാർപ്പിക്ക് ഒഴിച്ചതുകൊണ്ട് അകത്ത് ഉറുമ്പുകളെല്ലാം ചത്തു കാണും. ടൈൽസിൻ്റെ വിടവുകളിലും ഉറുമ്പ് മണ്ണെടുക്കുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഹാളിൻ്റെയോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് കയറി വരുമ്പോൾ കാണുന്ന റൂമിൻ്റെയൊക്കെ കതകിൻ്റെ അടിയിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം സെയിം പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്ര വൃത്തികേടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്